ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സക്സസ് അക്കാഡമി കൊച്ചിയുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും കാത്തിരുന്ന +2 പ്രിലിംസിൻ്റെ ഡേറ്റ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി സംസാരിക്കാനാണ്. ഏതൊക്കെ ഡേറ്റുകളിലാണ് എക്സാം നടത്തുന്നതും അതുപോലെ നമ്മൾ കുറച്ച് കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എത്ര ഉദ്യോഗാർത്ഥികൾ ഈ എക്സാമിന് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു എക്സാമിന് പങ്കെടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണമല്ലോ എക്സാമിൻ്റെ പാറ്റേണും എത്ര പേര് പങ്കെടുക്കുന്നുണ്ടാവും, ആ കാര്യങ്ങളൊക്കെ നമ്മളിതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ സിലബസ് നിങ്ങൾക്ക് നേരത്തെ കിട്ടിക്കാണും. എന്നിരുന്നാലും സിലബസിനെ പറ്റി ഇതിലൊന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെ കാര്യങ്ങൾ മുൻനിർത്തി പഠിക്കണമെന്നും സിലബസ് മുൻനിർത്തി നമ്മൾ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തമായിട്ട് കാണുക. അധികമൊന്നും ലോങ് ആയിട്ട് വലിച്ചു നീട്ടി പറയില്ല, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ക്ഷമയോട് കൂടി വീഡിയോ മൊത്തം ഒന്ന് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് നമ്മൾ ഒരു ചെറിയ രൂപത്തിൽ പറയാൻ പോകുന്നത്. ഒന്ന് എക്സാമിനേഷൻ ഡേറ്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എത്ര പോസ്റ്റുകൾ +2 പ്രിലിംസിന് നടത്തുന്നുണ്ട്. അതായത് നമ്മൾ 10ലെ പ്രിലിംസൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു കുറേ എക്സാമുകൾ നടത്തുന്നുണ്ടെന്ന്. അപ്പോൾ അതുപോലെ തന്നെ +2 പ്രിലിംസും അതുപോലെ തന്നെ 84 പോസ്റ്റുകൾ ഒരുമിച്ച് കളക്റ്റീവായിട്ടൊരു പ്രിലിംസ് എന്നുള്ള രീതിയിലാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഏതൊക്കെ പോസ്റ്റുകളാണ് നടത്തുന്നതെന്ന് നമ്മൾ ലിസ്റ്റ് ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എത്ര കാൻഡിഡേറ്റ്സ് ഉണ്ട്, നിങ്ങളുടെ എതിരാളികളായിട്ട് എത്ര പേര് പരീക്ഷ എഴുതുന്നുണ്ട്, അതിനെപ്പറ്റിയും ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സിലബസും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ എക്സാമിനേഷൻ ഷെഡ്യൂൾ ഡേറ്റിനെ പറ്റി നമുക്ക് നോക്കാം. 2 ഘട്ടങ്ങളായിട്ടാണ് PSC +2 പ്രിലിംസ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ 10th പ്രിലിംസ് നമ്മൾ കണ്ടായിരുന്നു, 4 ഘട്ടങ്ങളായിട്ടായിരുന്നു. അതെന്തുകൊണ്ടാണ്? കുറേ ആളുകൾ ഉണ്ടായിരുന്നു പരീക്ഷ എഴുതാൻ വേണ്ടി. ഏകദേശം 21 ലക്ഷം പേര് ആൾക്കാർ എഴുതാനുണ്ടായിരുന്നു എന്നാണ് കണക്ക്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് 4 ഘട്ടങ്ങളായിട്ട് നടത്തിയത്. പക്ഷേ +2 പ്രിലിംസ് ഏകദേശം 2 ഘട്ടങ്ങളായിട്ടാണ് PSC നിശ്ചയിച്ചിരിക്കുന്നത്. അതപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു കാര്യം മനസ്സിലാവും. അതായത് +2 പ്രിലിംസ് എഴുതാൻ വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ എന്ന് നമുക്ക് ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആവും. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ ഡേറ്റ് ആണെന്ന് നോക്കാം. ഏപ്രിൽ 10-ാം തീയതിയാണ് ആദ്യഘട്ടം ഇവർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ടൈം 1:30 തൊട്ട് 3:15 വരെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. 29-ാം തീയതി, മാർച്ച് 29-ാം തീയതി 2021 ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ്, ഈ 1ാം ഘട്ടത്തിൻ്റെ അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമാവും. ഈ അഡ്മിറ്റ് കാർഡിലായിരിക്കും നിങ്ങൾ ഏത് ഡേറ്റിലായിരിക്കും എക്സാം എഴുതുന്നതും അതുപോലെ എക്സാം സെൻറ്ററിൻ്റെ അഡ്രസ്സൊക്കെ അതിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഈ 2ാം ഘട്ടം 17-ാം തീയതിയാണ്, ഏപ്രിൽ 17-ാം തീയതി. അതിൻ്റെ ടൈം ഈ പറഞ്ഞ പോലെ 1:30 തൊട്ട് 3:15 വരെയാണ്. 1:30ക്ക് നിങ്ങൾ അവിടെ എന്തായാലും എക്സാം സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ വൈകരുത്, എല്ലാവരും നേരത്തെ പോവുക. ഇനി 8-ാം തീയതി, ഏപ്രിൽ 8-ാം തീയതി 2021 ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ്, 2ാം ഘട്ടത്തിൻ്റെ അഡ്മിറ്റ് കാർഡ് പ്രൊഫൈലിൽ ലഭ്യമാവും. അപ്പോൾ അഡ്മിറ്റ് കാർഡ് ആരും മറന്നു പോകുന്നത് ഡേറ്റ്. അഡ്മിറ്റ് കാർഡിലായിരിക്കും നിങ്ങളുടെ ബാക്കിയുള്ള വിവരങ്ങൾ, എക്സാമുമായി ബന്ധപ്പെട്ട എക്സാം സെൻറ്ററിൻ്റെ അഡ്രസ്സും ഡേറ്റും അതിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ കാര്യം മറന്നു പോകുന്നത്, അഡ്മിറ്റ് കാർഡിൻ്റെ ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. ഏതൊക്കെ പോസ്റ്റുകളാണ് ഇതിൽ +2 പ്രിലിംസിൻ്റെ ഒപ്പം നടക്കുന്നത്. ഏകദേശം 84 പോസ്റ്റാണ് +2 പ്രിലിംസിൻ്റെ ഒപ്പം നടത്താൻ PSC ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. മൊത്തം വായിക്കുന്നില്ല, മൊത്തം വായിച്ച് കഴിഞ്ഞാൽ 84 പോസ്റ്റും വായിച്ച് തീരാൻ നേരത്ത് 1 മണിക്കൂറാവും. അപ്പോൾ നമുക്ക് അത് മൊത്തം വായിക്കുന്നില്ല, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് വായിച്ച് ഞാൻ വിടാം. സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഇതിൻ്റെ ഒപ്പം നടത്തുന്നുണ്ട്. ഫയർമാൻ ട്രെയിനി, വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ. ഓക്കെ, ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോസ്റ്റ് തന്നെയാണ്. വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ, അത് NCA ഫോർ മുസ്ലിം, അതുപോലെ തന്നെ NCA ഫോർ ST. അപ്പോൾ പല പോസ്റ്റുകളാണ്, നമുക്കെല്ലാം ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് 3 പോസ്റ്റിനായിരിക്കും നമുക്ക് എക്സാം ഈ +2 പ്രിലിംസിനൊപ്പം ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാ പോസ്റ്റുകളും ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർ ഉണ്ട്, ഫയർമാൻ ഉണ്ട്, വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ഉണ്ട്. ഇനി അടുത്തത് പോലീസ് കോൺസ്റ്റബിൾ എക്സാം ഇതിൻ്റെ ഒപ്പം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയെല്ലാം സിവിൽ എക്സൈസ് ഓഫീസറും പോലീസ് കോൺസ്റ്റബിൾ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ബാക്കി ഓഫീസ് സൂപ്രണ്ടൻറ്റ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 3യും ഓഫീസ് സൂപ്രണ്ടൻറ്റും ഇതിൻ്റെ ഒപ്പമാണ് നടത്തുന്നത്. ബാക്കിയെല്ലാം സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ തന്നെ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ബാക്കി ടൈപ്പിസ്റ്റ് ക്ലർക്ക് എന്ന് പറഞ്ഞ എക്സാം ഇതിൻ്റെ ഒപ്പം നടത്തുന്നുണ്ട്. വുമൺ പോലീസ് കോൺസ്റ്റബിൾ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, സ്റ്റെനോഗ്രാഫർ, ഫയർ വുമൺ എക്സാമും ഇതിൻ്റെ ഒപ്പം നടത്തുന്നുണ്ട്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് ഫയർ വുമൺ. ഓക്കെ, അപ്പോൾ ഫയർ വുമണും ഇതിൻ്റെ ഒപ്പം നടത്തുന്നുണ്ട്. ഇനി അടുത്തത്, ഇതെല്ലാം ഫയർ വുമണും പോലീസ് കോൺസ്റ്റബിൾ തന്നെയാണ് പിന്നെയും പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 3 എന്ന് പറഞ്ഞ ഒരു എക്സാമും ഇതിൻ്റെ ഒപ്പം നടത്തുന്നുണ്ട്. ഓഫീസ് അസിസ്റ്റൻറ്റ്, കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫീസ് അസിസ്റ്റൻറ്റ്. ഓക്കെ, ബാക്കിയെല്ലാം പോലീസ് കോൺസ്റ്റബിളും കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്. പിന്നെ ഒരു കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞൊരു എക്സാമും അത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട നടത്തുന്നത്. പിന്നെ എക്സാം, അതായത് പോലീസ് കോൺസ്റ്റബിൾ, ആർമഡ് പോലീസ് ബറ്റാലിയൻ, പോലീസ് കോൺസ്റ്റബിൾ ഇതിലേക്കാണ് ആർമഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ളത്. പിന്നെ അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ കേരള പോലീസ് സർവീസ്.
അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ എക്സാമുകൾ ഇതിൻ്റെ ഒപ്പം നടത്തുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനൊരു കാര്യം മനസ്സിലായി. ഞാനിത് വായിച്ചത് ഏതൊക്കെ പോസ്റ്റുകൾ ഉണ്ടെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളെ ഒരു ഏകദേശ രൂപത്തിലേക്ക്, അതായത് ഏകദേശ ധാരണയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ 84 പോസ്റ്റ് നിങ്ങൾ കണ്ടത് എല്ലാം ഫോഴ്സുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളായിരുന്നു. വളരെ കുറച്ച് മാത്രമേ, അത് 2-3 മാത്രമേ ഫോഴ്സ് അല്ലാണ്ട് ഉള്ളൊരു എക്സാം ഉള്ളൂ. അതായത് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റും ടൈപ്പിസ്റ്റ് ക്ലർക്കൊക്കെ ഒരു 2-3 എക്സാം മാത്രമേ ഇതിനായിട്ട് വിഭിന്നമായിട്ട് മാറി നിൽക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഫോഴ്സുമായി ബന്ധപ്പെട്ട എക്സാമുകളാണ്. അപ്പോൾ അതിൻ്റെ രീതിക്ക് നമ്മൾ പഠിക്കണം. അതായത് ഫോഴ്സ് എക്സാമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്, ഫോഴ്സുമായി ബന്ധപ്പെട്ട പോലീസ് എക്സൈസ്. അതിൽ പ്രധാനപ്പെട്ട 2 എക്സാമാണ് പോലീസും എക്സൈസും. അപ്പോൾ ആ രീതിക്ക് നമ്മൾ പഠിക്കണം +2 പ്രിലിംസ്. ഓക്കെ, അതായത് സാധാരണ ക്ലറിക്കൽ പോസ്റ്റിന് പഠിക്കുന്ന പോലെ +2 പ്രിലിംസ് ഫോഴ്സ് എക്സാംസിന് പഠിക്കരുത്. ഓക്കെ, അപ്പോൾ ആ രീതിക്ക് വേണം പഠിക്കണം. ആ ഒരു ധാരണ നിങ്ങളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോസ്റ്റ് മൊത്തം വായിച്ചത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. +2 പ്രിലിംസിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം 10th പ്രിലിംസിൻ്റെ പാറ്റേൺ എങ്ങനെയായിരുന്നു. ഒരു 80 GKയും ഒരു 20 മാത്സും ആയിരുന്നു 10th പ്രിലിംസിൻ്റെ പാറ്റേൺ, എക്സാം പാറ്റേൺ. ഇനി +2 പ്രിലിംസിൻ്റെ പാറ്റേൺ ഞാൻ പറഞ്ഞു തരാം. 50 GK + 20 മാത്സ്, ഒരു 20 ഇംഗ്ലീഷ്, ഒരു 10 മലയാളം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഈ +2 പ്രിലിംസിന്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഏത് മീഡിയത്തിൽ വേണം, ഇംഗ്ലീഷിൽ വേണോ മലയാളത്തിൽ വേണോ എന്ന് നമുക്ക് ഒപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു, അതായത് കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ ഏത് മീഡിയത്തിലാണ് ഒപ്റ്റ് ചെയ്തേക്കുന്നത് ആ രീതിയിലേക്കായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മീഡിയം വരുന്നത്. മലയാളത്തിലാണെങ്കിൽ മലയാളത്തിലായിരിക്കും ക്വസ്റ്റ്യൻ മൊത്തം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കുക. 50 GK, 20 മാത്സ്, 20 ഇംഗ്ലീഷ്, 10 മലയാളം. മറ്റതിൽ 80 ആയിരുന്നു GK 10th പ്രിലിംസിൽ. അപ്പോൾ GKക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഇതിൽ 50 GK, 50% മാത്രമേ GKക്ക് ഇമ്പോർട്ടൻസ് ഉള്ളൂ. ബാക്കി ഇപ്പുറത്താണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ സ്കോർ ചെയ്യേണ്ട ഭാഗം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 20 മാത്സിലും 20 ഇംഗ്ലീഷിലും 10 മലയാളത്തിലുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് 10 പ്രിലിംസ് കഴിഞ്ഞിട്ടാണ് ഈ എക്സാം വരുന്നത്. അപ്പോൾ ഏകദേശം GK നമ്മൾ കുറേയൊക്കെ പഠിച്ച് കാണുമായിരിക്കും. അപ്പോൾ പിന്നെ ഇനി GK പോയി പഠിക്കരുത്. GK പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്തെ സെക്ഷൻസ് നമുക്ക് പഠിക്കാൻ സമയം കിട്ടാണ്ടായി പോകും. GK എന്ന് പറഞ്ഞാൽ വാസ്റ്റാണ്, നമ്മൾ എന്തായാലും പഠിച്ച് ഒരു അറ്റത്ത് എത്തൂല. അപ്പോൾ പഠിച്ച് തീർക്കേണ്ട പോർഷൻസ് ഇനി പറഞ്ഞു കഴിഞ്ഞാൽ മാത്സും ഇംഗ്ലീഷും മലയാളമാണ്. അവിടെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരമാവധി മാർക്ക് മേടിക്കാൻ പറ്റും. ഇപ്പോൾ GK എന്തായാലും നമുക്ക് 10 പ്രിലിംസിന് പഠിച്ച് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു തരാം. ഈ +2 പ്രിലിംസിൻ്റെ കട്ട് ഓഫ് ഏകദേശം ഒരു 60-65 വരാൻ ചാൻസ് ഉള്ളൂ. ഇനി പോട്ടെ, ഒരു 72 നമ്മൾ മേടിക്കുവാണെങ്കിൽ, ഇത്തിരി കൂടി മേടിക്കുവാണെങ്കിൽ നമ്മൾ എന്തായാലും സേഫ് പൊസിഷനിലാണ്. പ്രിലിംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഒരു ഫിസിക്കൽ എക്സാം ഉണ്ടാവും. ആ ഫിസിക്കൽ എക്സാമിൽ ജയിച്ചവർക്ക് മാത്രമേ മെയിൻ എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വളരെ ഉപകാരമാണ്. അതായത് ഫിസിക്കലിൽ കുറേ പേര് നമ്മൾ ഔട്ടായി പോകും. മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന ആളുകൾക്ക് ഫിസിക്കൽ കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ആവറേജ് ആണെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട, നിങ്ങൾ പ്രിലിംസ് ഒന്ന് പാസ്സായി എടുക്കുക, ഫിസിക്കൽ നിങ്ങൾക്ക് കിട്ടും, മെയിൻ എക്സാമിന് പഠിക്കാൻ ഇത്തിരി സമയവും കിട്ടും. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ നിങ്ങളുടെ കൈക്കുള്ളിലാണ് എന്തായാലും. അപ്പോൾ അത്യാവശ്യം പ്രിലിംസ് ഒന്ന് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഈ ജോലി കൈക്കുള്ളിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഏകദേശം നമുക്കിപ്പോൾ GKയിൽ ഒരു 30 മാർക്ക് മേടിക്കാൻ പറ്റുമെന്ന് നോക്കുക. അതായത് ഇപ്പോൾ 10ലെ പ്രിലിംസിന് വേണ്ടി നമ്മൾ കുറച്ച് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ 10ലെ പ്രിലിംസ് എങ്ങനെയായിരുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പോയി കഴിഞ്ഞാൽ അറിയാം. 75% ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. GK മാത്രമേ ടഫ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 2 പ്രിലിംസ് എടുത്ത് നോക്കുകയാണെങ്കിലും GK പോർഷൻ മാത്രമേ ഭയങ്കര കട്ടിയായിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി പോർഷൻസ് 75% പോർഷൻസും പ്രീവിയസ് സംഭവങ്ങൾ തന്നെയായിരുന്നു പിന്നെയും PSC ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കതിൽ നിന്ന് ഇപ്പോൾ +2 പ്രിലിംസ് അത് കഴിഞ്ഞിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ എന്തായാലും 30 GK, ഒരു 30 മാർക്ക് നമുക്ക് എങ്ങനെയും മേടിക്കാൻ പറ്റും. എങ്ങനെ, അതായത് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഇനി കുറച്ച് പ്രീവിയസ് GKയും കൂടി നിങ്ങൾ ഇപ്പോൾ പഠിച്ചു വെക്കുക. ഇപ്പോൾ ബുക്ക് സ്റ്റോളിലൊക്കെ പോയി കഴിഞ്ഞാൽ GK പ്രീവിയസ് ബുക്ക് മാത്രമായിട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രമാണ് ചോദിക്കാൻ സാധ്യത എങ്കിൽ, പ്രിലിംസിന് പ്രീവിയസ് മാത്രമാണ് ചോദിക്കാൻ സാധ്യത. അപ്പോൾ അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ 30 മാർക്ക് എങ്ങനെയാണ് സുഖമായിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ഓക്കെ, ഇനി കുറച്ച് കറണ്ട് അഫയേഴ്സും കൂടി പഠിച്ചു കഴിഞ്ഞാൽ 30നേക്കാളും കൂടുതൽ മേടിക്കാം. ഇത് കറണ്ട് അഫയേഴ്സ് കൂട്ടാണ്ടുള്ള മാർക്കാണ് ഞാൻ പറഞ്ഞത്, 30 മാർക്കെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, 50ൽ 30 മാർക്ക് GKക്ക് കിട്ടുമെന്ന് കരുതുക. മാത്സ് നമുക്കറിയാം, മാത്സ് എല്ലാം സെയിം പാറ്റേൺ ആണ് PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ +2 10 പ്രിലിംസിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്സ് ഒക്കെ വളരെ എളുപ്പമായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് അസാധുവായിട്ട് വന്നുള്ളൂ. അതായത് അതിന് കറക്റ്റായിട്ട് ഡാറ്റ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് PSC അസാധുവാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. PSC ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ല, നമുക്ക് അറിയാൻ സാധിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും മാത്സ് നമുക്ക് എല്ലാവർക്കും അറിയാം PSCയുടെ സെയിം പാറ്റേൺ തന്നെയാണ്. ഒന്ന് ടൈം ആൻഡ് വർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, AP അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനെ ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് PSC മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് മാത്സിൻ്റെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തു, ഞാൻ കുറച്ചും പറഞ്ഞ പോലെ GKക്ക് അധികം ഫോക്കസ് കൊടുക്കാണ്ട് ഈ പറഞ്ഞ ബാക്കി പോർഷൻസിന് ഫോക്കസ് കൊടുക്കുകയാണെങ്കിൽ മാത്സും ഇംഗ്ലീഷും മലയാളമൊക്കെ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട്
ആൻസർ ചെയ്ത് പഠിക്കുക. അപ്പം മാത്സ് ഒക്കെ പക്കയാവും. അതായത് ഒരു 20 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ മാത്സ് ഏകദേശം ഓക്കെ ആവും. ഓക്കെ, അപ്പോൾ മാത്സിന് 20 മാർക്ക് മേടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷിന് ഒരു 17 മാർക്ക് മേടിക്കാൻ കിട്ടുവാണെങ്കിൽ, അതായത് ബാക്കി 3 മാർക്ക്, ഇംഗ്ലീഷ് ടോട്ടൽ 20 മാർക്കിനാണ്, ഒരു 17 മാർക്ക് നമുക്ക് കിട്ടിയെന്ന് കരുതുക. അതായത് ബാക്കി 3 മാർക്ക് പോകുന്നത് ഒന്ന് സിനോണിംസിനും ആൻറ്റോണിംസിനും ഇഡിയംസിനും ആയിരിക്കും. സിനോണിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെയിം മീനിങ് ആയിട്ട് വരുന്നതും, ആൻറ്റോണിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് മീനിങ് ചോദിക്കുന്നത്, ഇഡിയംസ്. ഓക്കെ, അതിനൊക്കെ ചിലപ്പോൾ കിട്ടാൻ സാധ്യത കുറവാണ്, ലക്ക് പോലെ ഇരിക്കും. എന്ന് വെച്ചാൽ നമ്മളെല്ലാം പഠിച്ച് സിനോണിം തന്നെ ചോദിക്കണമെന്നില്ല, അതുകൊണ്ട് പഠിച്ച ഇഡിയം തന്നെ ചോദിക്കണമെന്നില്ല. അപ്പോൾ ആ 3 മാർക്ക് നമുക്ക് കിട്ടിയില്ലെന്ന് കരുതുക. ബാക്കി 17 മാർക്ക് നമ്മൾ ഗ്രാമർ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഗ്രാമർ എന്ന് പറഞ്ഞാൽ PSC സെയിം പാറ്റേൺ ഗ്രാമർ തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സെയിം, നമ്മൾ കുറച്ച് ഒരു ഗ്രാമർ റൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 17 മാർക്ക് നമുക്ക് സുഖമായിട്ട് മേടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ബാക്കി മലയാളമാണ് എല്ലാവർക്കും പാടുള്ള സെക്ഷൻ എന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു 5 മാർക്ക് മേടിച്ചാൽ മതി. കുറച്ച് സാഹിത്യവും അതുപോലെ കുറച്ച് അത്യാവശ്യം കുറച്ച് ഗ്രാമറും പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു 5 മാർക്ക് എന്തായാലും കിട്ടും. സാഹിത്യം എന്ന് പറയുന്ന നേരത്തിൽ കറണ്ട് അഫയേഴ്സ് കൊണ്ട് ഉൾപ്പെട്ടായിരിക്കും PSC മലയാളം ചോദിക്കുന്നത്. അതായത് ഈ പ്രാവശ്യത്തെ എഴുത്തച്ഛൻ അവാർഡ് ആർക്കാണ് കിട്ടിയത്, വയലാർ അവാർഡ് ആർക്കാണ് കിട്ടിയത്, അല്ലെങ്കിൽ ഇന്ന വർഷത്തിൽ എഴുത്തച്ഛൻ അവാർഡ് ആർക്കാണ് കിട്ടിയത് എന്നൊക്കെയാണ് PSC സാധാരണ ചോദിക്കാറുള്ളത്. അപ്പോൾ വൊക്കാബുലറി കൊണ്ട് കയറി വരും ഈ മലയാളത്തിൽ. ഓക്കെ, അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് മാർക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം ഒരു 5 മാർക്ക് നമുക്ക് അതിൽ കൂട്ടാം. അപ്പോൾ ടോട്ടൽ എത്ര മാർക്കായി? 30, 20, 17, 5, ഏകദേശം 72 മാർക്കായി. ഒരു സേഫ് പൊസിഷനിൽ നമുക്ക് നിൽക്കാൻ പറ്റും 72 മാർക്ക് മേടിച്ച് കഴിഞ്ഞാൽ. +2 പ്രിലിംസിനാണ്. പ്രിലിംസിൻ്റെ മാർക്ക് നമ്മൾ മെയിൻ എക്സാമിലേക്ക് എടുക്കുന്നില്ല, അതുകൊണ്ട് 72 മാർക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു മാർക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സുഖമായിട്ട് ഫിസിക്കലിൽ പങ്കെടുക്കാൻ പറ്റും. ഓക്കെ, ഫിസിക്കലിൽ പങ്കെടുത്ത് ജയിച്ച് കഴിഞ്ഞാൽ പിന്നെ മെയിൻ എക്സാമിൽ ആൾക്കാർ പിന്നെയും കുറവായിരിക്കും. അപ്പോൾ സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് മുൻനിർത്തി പഠിക്കുക. ഇപ്പോൾ എല്ലാവരും GK ആയിരിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സിലബസിൽ കൂടുതൽ GK ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കാണുമ്പോൾ തന്നെ പേടിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ GK എടുത്ത് പഠിക്കും. വേൾഡ് ജോഗ്രഫിയും വേൾഡ് ഹിസ്റ്ററിയൊക്കെ സിലബസിൽ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പേടിച്ച് GK തന്നെ പഠിച്ചു തുടങ്ങും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. GK നമ്മൾ കുറേ നാളുകളായി പഠിക്കാൻ തുടങ്ങിയിട്ട്. ഇനി GK ഒന്ന് പയ്യെ സൈഡാക്കുക. നിർത്താനല്ല ഞാൻ പറയുന്നത്, കുറച്ച് കുറയ്ക്കുക GK പഠിക്കേണ്ടത്. എന്നിട്ട് ബാക്കി മാത്സിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഫോക്കസിങ് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് സിവിൽ പോലീസ് ഓഫീസർ എന്ന പോസ്റ്റ് എത്ര പേരുടെ ആപ്ലിക്കേഷൻ അസാധുവായത് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. പുരുഷ വിഭാഗത്തിൽ 1,02,226 പേരുടെ ആപ്ലിക്കേഷൻ PSC അസാധുവാക്കി കളഞ്ഞു. എന്തുകൊണ്ടാണ്? കൺഫർമേഷൻ കൊടുക്കേണ്ട സമയത്ത് കൺഫർമേഷൻ കൊടുക്കാത്ത കാരണം പുരുഷ വിഭാഗത്തിൽ സിവിൽ പോലീസ് ഓഫീസറിൽ 1,02,226 പേരുടെ അപേക്ഷ PSC അസാധുവാക്കി. അതുപോലെ വനിതാ വിഭാഗത്തിൽ 53,475 പേരുടെ അപേക്ഷ PSC അസാധുവാക്കി കളഞ്ഞു. ഇത് രണ്ടിനും കാരണം എന്തായിരുന്നു? കൺഫർമേഷൻ കൊടുക്കേണ്ട സമയത്ത് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത്രയും പേരുടെ അപേക്ഷ അസാധുവാക്കി കളഞ്ഞു. അപ്പോൾ പിന്നെയും അപ്ലൈ ചെയ്തവരെക്കാളും കൂടുതൽ ആൾക്കാർ കുറഞ്ഞു കൺഫർമേഷൻ കൊടുത്തപ്പോൾ. അപ്പോൾ നമുക്ക് പിന്നെയും സുവർണ്ണ അവസരമാണ്. അതായത് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ല റാങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോസ്റ്റ് നമുക്ക് മേടിക്കാൻ പറ്റും, ഈ ജോലി മേടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ സിവിൽ പോലീസ് പുരുഷ വിഭാഗം പരീക്ഷ എഴുതുന്നവരുടെ ലിസ്റ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് ഓരോ പത്തനംതിട്ട, തൃശ്ശൂർ, എറണാകുളം ഓരോ ജില്ലകളിൽ എഴുതുന്നവരുടെ ലിസ്റ്റാണ്. ഇതത്ര ഇമ്പോർട്ടൻസ് അല്ല, പക്ഷേ ഫോർ യുവർ ഇൻഫോർമേഷൻ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അറിയേണ്ടവർ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ ഒരെണ്ണം വായിക്കാം. തിരുവനന്തപുരത്ത് 48,417 പേര് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്തായിരുന്നു. ഏതിന്? സിവിൽ പോലീസ് ഓഫീസർ എഴുതാൻ വേണ്ടി 48,417 പേര് അപ്ലൈ ചെയ്തായിരുന്നു. പക്ഷേ 31,771 പേര് മാത്രമേ കൺഫർമേഷൻ കൊടുത്തുള്ളൂ. അപ്പോൾ എന്ത് ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കി. ഇവിടെ 48, ഇവിടെ 31 നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ കൺഫർമേഷൻ കൊടുത്തവർക്ക് മാത്രമേ എക്സാം എഴുതാൻ പറ്റുകയുള്ളൂ. 48,417 പേര് അപ്ലൈ ചെയ്തായിരുന്നു, പക്ഷേ 31,771 പേർ മാർക്കേ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് എറണാകുളം ഒന്ന് നോക്കാം. എറണാകുളം 41,508 പേര് അപ്ലൈ ചെയ്തായിരുന്നു ആ പോസ്റ്റിന് വേണ്ടിയിട്ട്, പക്ഷേ 27,665 പേര് മാത്രമേ കൺഫർമേഷൻ കൊടുത്തുള്ളൂ. അപ്പോൾ ഈ കൺഫർമേഷൻ കൊടുത്തവർക്ക് മാത്രമേ PSC എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ടോട്ടൽ ഒന്ന് നോക്കാം, അതും കൂടി നോക്കിയേക്കാം. ടോട്ടൽ 3,17,017 പേരാണ് ശരിക്കും വരേണ്ടത് എക്സാം അപ്ലൈ ചെയ്തവർ. പക്ഷേ കൺഫർമേഷൻ കൊടുത്തപ്പോൾ 2,14,991 പേര് മാത്രമേ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. 2,14,991 പേര്. അത്രയും പേർക്ക് മാത്രമേ സിവിൽ പോലീസ് പോസ്റ്റ് എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വളരെ കുറവാണ്. 2,00,000 ചില്ലറേ ഉള്ളൂ ആളുകൾ നിങ്ങളോടൊപ്പം മത്സരിക്കാൻ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ബാക്കി നിങ്ങളുടെ ഡാറ്റ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, ഒന്ന് നോക്കുക. എല്ലാം ഞാൻ വായിക്കുന്നില്ല, ലെങ്ത് കൂടി പോകും വീഡിയോൻ്റെ. ഓക്കെ, ഇനി സിവിൽ എക്സൈസ് ഓഫീസർ. ഈ +2 പ്രിലിംസിൽ നടക്കാൻ പോകുന്ന ഏറ്റവും നല്ലൊരു പോസ്റ്റാണ് സിവിൽ എക്സൈസ് ഓഫീസർ. എല്ലാവരും ഒന്ന് മോഹിക്കുന്ന പോസ്റ്റാണ് സിവിൽ എക്സൈസ് ഓഫീസർ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡാറ്റകൾ നോക്കാം. സിവിൽ എക്സൈസ് ഓഫീസർ അസാധുവായത് 1.06
ലക്ഷം ആളുകളുടെ ആപ്ലിക്കേഷനാണ് PSC അസാധുവാക്കിയത്. 1.06 ലക്ഷം ആളുകളുടെ അപേക്ഷയാണ് റദ്ദാക്കിയത്. എന്തുകൊണ്ടാണ്? കൺഫർമേഷൻ കൊടുക്കാത്ത കാരണം. അപ്പോൾ അത്രയും 1 ലക്ഷം ആളുകളുടെ അപേക്ഷ റദ്ദായിപ്പോയി. ഓക്കെ, ഇനി ബാക്കി എത്ര പേരുണ്ട് പരീക്ഷ എഴുതാൻ? 2,29,789 പേര് മാത്രമേ പരീക്ഷ സിവിൽ എക്സൈസ് എഴുതുന്നുള്ളൂ. കൺഫർമേഷൻ കൊടുത്തവർ 2,29,789 പേര് മാത്രമേ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റിന് അപ്പിയർ ചെയ്യുന്നുള്ളൂ. ഇത് ഇനി ബാക്കി കൊടുത്തിരിക്കുന്ന ഓരോ ജില്ലകളിലും അപ്ലൈ ചെയ്തവരും കൺഫർമേഷൻ കൊടുത്തവരുടെയും ഡാറ്റയാണ്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജില്ലയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുക, എടുത്ത് നോക്കുക. ഞാൻ വേണമെങ്കിൽ ഈ തിരുവനന്തപുരം, എറണാകുളം ഒന്ന് വായിച്ചേക്കാം. മെയിൻ ജില്ലകളാണല്ലോ PSCയുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ഇനി തിരുവനന്തപുരത്ത് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തത് 39,089 പേരാണ് സിവിൽ എക്സൈസ് ഓഫീസറിന് ആപ്ലിക്കേഷൻ കൊടുത്തത്, അപ്ലൈ ചെയ്തത്. പക്ഷേ 27,503 പേര് മാത്രമേ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എഴുതാൻ സാധിക്കുന്നത് 27,503 പേർക്ക് മാത്രമേ സിവിൽ എക്സൈസ് ഓഫീസർ തിരുവനന്തപുരത്ത് എഴുതാൻ സാധിക്കുകയുള്ളൂ. എറണാകുളം നോക്കുകയാണെങ്കിൽ 32,047 പേര് അപ്ലൈ ചെയ്തു എറണാകുളത്ത്. പക്ഷേ 21,796 പേര് മാത്രമേ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആകെ ടോട്ടൽ ഇതിൻ്റെ എല്ലാം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏകദേശം 2,29,789 പേര് മാത്രമേ സിവിൽ എക്സൈസ് ഓഫീസറിന് വേണ്ടി പഠിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ എഴുതാൻ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൽ ഒരാൾ മാത്രമാണ്. പക്ഷേ 2 ലക്ഷം ആൾക്കാർ മാത്രമേ ഉള്ളൂ. ക്ലർക്കൽ പോസ്റ്റ് വെച്ച് നോക്കാൻ നേരത്ത് ക്ലറിക്കലിൽ 17-18 ലക്ഷം പേരായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത് വെച്ച്. പക്ഷേ നമ്മുടെ ഫോഴ്സ് എക്സാം വന്നപ്പോൾ നോക്കിയാൽ 2 ലക്ഷം ആൾക്കാർ അടുത്തുള്ളൂ എക്സാം എഴുതാൻ വേണ്ടി. അപ്പോൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ല റാങ്കിൽ നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ജോലി കരസ്ഥമാക്കാനും പറ്റും. സിവിൽ എക്സൈസ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു പോസ്റ്റാണ്. ഓക്കെ, ഇനി നമുക്ക് സിലബസിലേക്കൊന്ന് കിടക്കാം. സിലബസ് കണ്ട് ആരും പേടിക്കേണ്ട, വലിയ സിലബസാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത്രക്കും നമുക്ക് പഠിക്കാനില്ല. നമുക്കൊന്ന് നോക്കാം. കേരളത്തിൽ യൂറോപ്യന്മാരുടെ വരവ് എന്ന് പറഞ്ഞാൽ വാസ്കോഡഗാമ തൊട്ടുള്ള ചരിത്രമാണ്. വാസ്കോഡഗാമ തൊട്ടുള്ള ചരിത്രം തൊട്ട് 1956 1956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം വരെ എല്ലാം ഞാൻ വായിക്കുന്നില്ല, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒന്ന് വായിച്ചു വിടാം. യൂറോപ്യന്മാരുടെ വരവ്, അതായത് വാസ്കോഡഗാമയുടെ വരവ് തൊട്ട് 1498 വാസ്കോഡഗാമ കാപ്പാട് വന്നിറങ്ങുന്നത്. അപ്പോൾ ആ വരവ് തൊട്ട് 1956, അതായത് കേരള രൂപീകരണം ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം വരെയുള്ള കാലഘട്ടമാണ് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഇനി എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് ഈ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രം. അതവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റാങ്ക് ഫയലിൽ ആ സെക്ഷൻ എന്തായാലും നോക്കി വെക്കണം. നമ്മുടെ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെയുള്ള രാജാക്കന്മാരുടെ കാലഘട്ടം, അവരുടെ പ്രത്യേകതയും അവരുടെ ഭരണ കാലഘട്ടം. ഓക്കെ, മാർത്താണ്ഡവർമ്മ 1729 തൊട്ടുള്ള ഭരണമാണ്. 1729 തൊട്ട് 58 വരെയായിരുന്നു അവരുടെ മാർത്താണ്ഡവർമ്മയുടെ ഭരണം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പഠിക്കാൻ പറഞ്ഞത്. ഓക്കെ, പിന്നെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, റിനേസൻസ് മൂവ്മെൻറ്റും റിനേസൻസ് സംഘടനകളെ പറ്റിയും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നോക്കിക്കേ, ഇതിൽ നമ്മൾ 10 പ്രിലിംസിന് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ച് കഴിഞ്ഞതാണ്, അല്ലെങ്കിൽ കുറേയെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മാത്രം യൂറോപ്യന്മാരുടെ വരവ് മാത്രമേ ഉള്ളൂ, കുറച്ച് നോക്കാനുള്ളത്. അത് അധികമൊന്നുമില്ല. വാസ്കോഡഗാമ വന്ന് ഇറങ്ങിയ വർഷവും എത്ര പ്രാവശ്യം വന്നു, പിന്നെ കേരളത്തിൽ എന്നാണ് അദ്ദേഹം മരിച്ചത്, അദ്ദേഹത്തിൻ്റെ ശവകുടീരം എവിടെ സ്ഥിതി ചെയ്യുന്നു, ആ കാര്യങ്ങളൊക്കെ മാത്രമേ ചോദിക്കത്തുള്ളൂ. അതും ഈ പറഞ്ഞ പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും മെയിനായിട്ട് PSC എടുക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ 10th പ്രിലിംസിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞു. റിനേസൻസ് ആണെങ്കിലും തിരുവിതാംകൂർ രാജാക്കന്മാരാണെങ്കിലും 1950 ഐക്യ കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഓരോ മൂവ്മെൻറ്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി ഇന്ത്യ നമുക്ക് നോക്കാം. ഇന്ത്യയിൽ മധ്യകാല ഭാരതം എന്ന് പറയുന്ന നേരത്ത് നമ്മുടെ സുൽത്താനേറ്റ് കാലഘട്ടവും മുഗൾ കാലഘട്ടവും തൊട്ട് തുടങ്ങുന്ന ഒരു ചരിത്രമാണ്. സുൽത്താനേറ്റ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടിമവംശം, ഖിൽജി വംശം, അങ്ങനെ കുറേ വംശങ്ങളുണ്ടല്ലോ, അതിനെപ്പറ്റി. മുഗൾ വംശം എന്ന് പറയുമ്പോൾ നമ്മുടെ ബാബർ തൊട്ടിട്ടുള്ളത്, ബാബർ, ഹുമയൂൺ, അക്ബർ, അങ്ങനെ കുറേ രാജാക്കന്മാരുടെ കാലഘട്ടം, അവരുടെ പ്രത്യേകതകൾ, ഓരോ ഭരണ കാലഘട്ടം, ആ കാര്യങ്ങളൊക്കെയാണ് മധ്യകാല ഭാരതത്തിൽ വരുന്നത്. പിന്നെ അടുത്തത് ഒന്നാം സ്വാതന്ത്ര്യ സമരം, 1857 റിവോൾട്ട്. പിന്നെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ അന്നത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും INC പോലുള്ള പ്രസ്ഥാനങ്ങളെ പറ്റി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബ്രിട്ടീഷ് ആധിപത്യം, അതിനെപ്പറ്റി കൂടുതൽ നോക്കണം. അതുപോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, പുനഃസംഘടന, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ഇതിനൊക്കെ പറ്റി അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മധ്യകാല ഭാരതം മാത്രമേ
നമ്മൾ 10th പ്രിലിംസിന് നോക്കാണ്ട് പോയിട്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. ഒന്ന് നോക്കിയാൽ ബ്രിട്ടീഷ് ആധിപത്യത്തെ പറ്റി നമ്മൾ പഠിച്ചായിരുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 റിവോൾട്ട് നമ്മൾ നോക്കിയിട്ടാണ് 10th പ്രിലിംസിന് പോയത്. എന്നുവെച്ചാൽ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു 10th വേണ്ടിയിട്ട്. അപ്പോൾ 10th സിലബസിലും ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് പോയതാണ് ഓൾറെഡി. ഇനി കൂടുതലായിട്ട് പഠിക്കാനൊന്നുമില്ല. ഇപ്പോൾ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം കാലഘട്ടം, അതുപോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള കാലഘട്ടം, കാര്യങ്ങൾ അവിടെ നടന്ന, അതായത് ഇന്ത്യ ചൈന വാറും ഇന്ത്യ പാകിസ്ഥാൻ വാറും അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് വേറെ കൂടുതലൊന്നുമല്ല. പിന്നെ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ആന്ധ്ര സ്റ്റേറ്റ് ഉണ്ടായത് എങ്ങനെയാണ്, പോട്ടി ശ്രീരാമലു എന്ന് പറഞ്ഞ ഒരാൾ നിരാഹാരം കിടന്നിട്ടാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന എന്തിൻ്റെ ബേസിലായിരുന്നു സംസ്ഥാനം രൂപീകരിച്ചത്? ഭാഷയുടെ അടിസ്ഥാനത്തിലായിരുന്നു. ആന്ധ്രയാണ് അങ്ങനെ ആദ്യമായി രൂപപ്പെട്ട സംസ്ഥാനം എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് 10th പ്രിലിംസിന്. ഇനി ഈ പറഞ്ഞ ആ കാര്യങ്ങൾ മാത്രമേ ഈ സിലബസിലുള്ളൂ, അല്ലാണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. 10th പ്രിലിംസിൽ നമ്മൾ കൂടുതൽ പഠിച്ച് കഴിഞ്ഞതാണ്. മെയിനായിട്ട് ഇനി പഠിക്കാനുള്ള മധ്യകാല ഭാരതം, യൂറോപ്യന്മാരുടെ വരവ് മാത്രമേ ഈ സ്ലൈഡിൽ ഇനി പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ അധികമൊന്നുമില്ല പഠിക്കാൻ. ഇനി 10th പ്രിലിംസിന് ഒട്ടും പഠിക്കാത്തവരുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ബുക്ക് മേടിക്കുക, എന്നിട്ട് GKയുടെ പ്രീവിയസ് മാത്രം പഠിക്കുക. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 50-ൽ ഒരു 30 മാർക്കെങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക. അപ്പോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഏകദേശം 10-40 ദിവസം നമുക്ക് മുമ്പിലുണ്ട്. ഓക്കെ, അപ്പോൾ സമയമുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ 10-30 മാർക്ക് നിങ്ങൾക്ക് GKക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ബാക്കി 50 പോർഷൻ മാത്സും ഇംഗ്ലീഷും മലയാളം നമുക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്യുവാണെങ്കിൽ അതും സ്കോർ ചെയ്തിട്ട് ഒരു 72 മാർക്കിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ പഠിക്കാത്തവർക്ക് വേണ്ടി അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ 10th പ്രിലിംസിന് പഠിച്ചവർക്ക് വളരെ സുഖമായിരിക്കും എക്സാം, പേടിക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞ രീതിയിൽ മാത്രം ഒന്ന് പഠിച്ചു പോയാൽ മതി. GKക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, പക്ഷേ അധികം കൊടുക്കരുത്. മാത്സിലും ഇംഗ്ലീഷിലും മലയാളത്തിലും വേണം കൊടുക്കാൻ. ഓക്കെ, ഇനി ബാക്കി സിലബസ് നോക്കാം. ലോകത്തിൽ നോക്കാനുള്ളത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ഗ്രേറ്റ് റെവല്യൂഷൻ, അതായത് ഒരു ചോര പോലും പൊടിയാണ്ടുള്ള റെവല്യൂഷനാണ്. അതാണ് മഹത്തായ വിപ്ലവം എന്ന് വിളിക്കാൻ കാരണം. അതുപോലെ തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, ഇതൊക്കെ നമുക്ക് 10ാം ക്ലാസ്സിൽ SCERT ബുക്കിൽ നമ്മൾ പഠിച്ചതാണ്. ഇതിനെ പറ്റിയിട്ടൊന്നും ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കാൻ നിൽക്കണ്ട. അതായത് PSCയുടെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ SCERT ബുക്ക് നോക്കുക 10ാം ക്ലാസ്സിൽ. അതിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ കുറച്ചുള്ളൂ. ഇപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ആണെങ്കിൽ തന്നെ ഒരു 5 ഫാക്ട് 6 ഫാക്റ്റൊക്കെ ഉണ്ടാവുള്ളൂ, അധികമൊന്നും പഠിക്കാനുണ്ടാവില്ല. ഈ പറഞ്ഞു വരുമ്പോൾ വലിയ വലിയ വിപ്ലവങ്ങളാണ്, പക്ഷെ നമുക്ക് പഠിക്കാൻ വേണ്ടി വളരെ 6-7-8 ഫാക്റ്റുകളെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവം തന്നെ എടുക്കുകയാണെങ്കിൽ, ഫ്രഞ്ച് വിപ്ലവം 1789 തുടങ്ങിയത്. അത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നായിരുന്നു, അന്നത്തെ ഫ്രഞ്ച് ഭരണാധികാരി ആരായിരുന്നു, ആ കാര്യങ്ങളൊക്കെ ഉള്ളൂ. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ ഫ്രഞ്ച് ചക്രവർത്തി ആരാണ്, അങ്ങനെ പ്രധാനപ്പെട്ട PSC എപ്പോഴും ചോദിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ പഠിക്കാനുള്ളൂ ലോക ചരിത്രത്തിൽ. അല്ലാണ്ട് കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം പോവും, നമുക്കത് ഉപകാരപ്പെടുകയില്ല. ഓക്കെ, അപ്പോൾ വളരെ സ്മാർട്ടായിട്ട് പഠിക്കുക ലോക ചരിത്രമൊക്കെ പഠിക്കാൻ നേരത്ത്. ഇനി ഭൂമിശാസ്ത്രം ഒന്ന് നോക്കാം. ഭൂമിശാസ്ത്രം എന്ന് പറയുമ്പോൾ എർത്ത് ജോഗ്രഫിയാണ്, വേൾഡ് ജോഗ്രഫിയാണ് പറയുന്നത്, ഇന്ത്യൻ ജോഗ്രഫി അല്ല. ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന, അതായത് മാൻഡിൽ കോർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത്. പിന്നെ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, ആ കാര്യങ്ങളൊക്കെ അതൊക്കെ നോക്കുക, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പിന്നെ എന്താണ് ആഗോള പ്രശ്നങ്ങൾ, നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ വിവിധതരം മലിനീകരണങ്ങൾ, ആ കാര്യങ്ങളൊക്കെ നോക്കുക. ഒന്ന് സൗണ്ട് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ ഭൂമിശാസ്ത്രത്തിൽ അധികം അങ്ങനെ പഠിക്കാനില്ല. ഭൂമിയുടെ ഘടനയെ നോക്കുക, അന്തരീക്ഷം നോക്കുക, അതുപോലെ തന്നെ താപനിലയും ഋതുക്കളും, അതും ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. അതും പറ്റുമെങ്കിൽ ഒന്ന് നോക്കുക സമയമുണ്ടെങ്കിൽ. ഓക്കെ, ഇനി മാപ്പുകൾ, ടോപ്പോഗ്രാഫിക് മാപ്പുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം, ഈ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഓരോ മാപ്പുകളെ പറ്റി ചോദിക്കാറുണ്ട്. അതുപോലെ മാപ്പിൽ ഓരോ സ്ഥലങ്ങൾ, കൃഷിഭൂമി ഏത് കളറിലാണ്, അതല്ലെങ്കിൽ റോഡ് ഏത് കളറിലാണ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ വിദൂര സംവേദനം, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് അല്ലെങ്കിൽ റിമോട്ട് സെൻസിങ്ങിനെ പറ്റിയിട്ടൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും, ആ കാര്യങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ നോക്കി വെക്കുക. ഓക്കെ, ഇനി ബാക്കി നോക്കാം. ഇന്ത്യയുടെ ഭൂപ്രകൃതി, അതായത് ഇന്ത്യൻ ജോഗ്രഫിനെ പറ്റി പറയാനുള്ളത്. ഇന്ത്യൻ ജോഗ്രഫിയിൽ നമ്മൾ നിങ്ങൾക്ക് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും 10th പ്രിലിംസിൽ നമ്മൾ എന്ത് പഠിച്ചോ ആ കാര്യങ്ങൾ തന്നെയാണ് ഇതിലും പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ ജോഗ്രഫിയിൽ നമ്മൾ മെയിനായിട്ട് എന്തൊക്കെയാണ് പഠിച്ചത്? ഒന്ന് റിവേഴ്സ്, ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര പോലുള്ള റിവേഴ്സിനെ പറ്റി നമ്മൾ പഠിച്ചു. നർമ്മദ, ഗോദാവരി, ടാപ്തി പോലുള്ള പെനിൻസുലാർ റിവേഴ്സിനെ പറ്റി പഠിച്ചു അല്ലേ, ഗോദാവരി, കൃഷ്ണ, അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഇതിൽ പഠിക്കുക. പിന്നെ മിനറൽസ്, ധാതുക്കളെ പറ്റി പഠിക്കുക. പിന്നെ ഡെക്കാൻ പീഠഭൂമി എവിടെയാണ്, ചോട്ടാനാഗ്പൂർ പ്ലാറ്റു എവിടെയാണ്, ആരവള്ളി റേഞ്ച് എവിടെയാണ്, സത്പുര പർവ്വതം എവിടെയാണ് എന്നൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 10th പ്രിലിംസിന് ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, ഡെക്കാൻ പ്ലാറ്റു ഏത് രൂപത്തിലാണ് ഇരിക്കുന്നത്? ഒരു ട്രയാങ്കിൾ രൂപത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു പൊതുവായിട്ടൊരു അറിവുണ്ടെങ്കിൽ ആ സംഭവങ്ങളൊക്കെ നമുക്ക് പഠിക്കാണ്ട് തന്നെ എഴുതാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഡെക്കാൻ പ്ലാറ്റു എവിടെയാണ്, ചോട്ടാനാഗ്പൂർ പ്ലാറ്റു എവിടെയാണ്, അല്ലെങ്കിൽ സത്പുര റേഞ്ച് എവിടെയാണ്, ആരവള്ളി റേഞ്ച് എവിടെയാണ്, നമ്മുടെ സഹ്യ പർവ്വതം എവിടെയാണ്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ,
അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ ആ 10th പ്രിലിംസിന് പഠിച്ച സെയിം സിലബസ് തന്നെയാണ്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. റിവേഴ്സും മിനറൽസും റേഞ്ചുകൾ എവിടെയാണ്, ചോട്ടാനാഗ്പൂർ പ്ലാറ്റു അങ്ങനെ പ്രധാനപ്പെട്ട റേഞ്ചുകൾ എവിടെയാണ്, വൈൽഡ് ലൈഫ് സാഞ്ചുറീസും നാഷണൽ പാർക്കുകളും ആ കാര്യങ്ങളൊക്കെ ഏത് സ്റ്റേറ്റിലാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതൊക്കെ ജസ്റ്റ് നോക്കി വെക്കുക. ഇനി കേരളത്തിലെ ജോഗ്രഫി പറയാൻ നേരത്തെ ഇത് തന്നെയാണ് പറയാനുള്ളത്. പറഞ്ഞ പോലെ കേരളത്തിലെ റിവറുകൾ 44 റിവറുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട റിവറുകളായ പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, അങ്ങനെ പ്രധാനപ്പെട്ട റിവേഴ്സിനെ പറ്റി നോക്കുക. അവിടെ ഉത്ഭവം നോക്കുക, പതനസ്ഥാനം നോക്കുക, അതിന് പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നോക്കുക. പിന്നെ ധാതുക്കൾ നോക്കുക കേരളത്തിലെ. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സാഞ്ചുറീസും നാഷണൽ പാർക്കുകളും കേരളത്തിലെ പ്രധാനപ്പെട്ട വൈൽഡ് ലൈഫ് സാഞ്ചുറീസും നാഷണൽ പാർക്കും എന്ന് രൂപീകരിച്ചു, അതുപോലെ തന്നെ എന്നാണ് അത് നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത്, നമ്മുടെ ടൈഗർ കൺസർവേഷൻ്റെ രീതിയിലേക്ക് എന്നാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഇപ്പോൾ സൈലന്റ് വാലി ആരാണ് ഉദ്ഘാടനം ചെയ്തത്, ആരാണ് പ്രഖ്യാപിച്ചത്, ഏത് പ്രധാനമന്ത്രിയാണ് പ്രഖ്യാപിച്ചത്, അങ്ങനെ പ്രധാനപ്പെട്ട ബേസിക് ഫാക്റ്റുകളൊക്കെ പഠിച്ചു വെക്കുക. അപ്പോൾ തന്നെ കേരള ജോഗ്രഫിയും ഓക്കെ ആയി. കേരള ജോഗ്രഫിയിൽ നമ്മൾ 10th പ്രിലിംസിൻ്റെ സെയിം സിലബസ് തന്നെയാണ്, അതുകൊണ്ടാണ് വിവരിക്കാത്തത്, എന്ന് നമ്മൾ പഠിച്ച് കഴിഞ്ഞതാണ്. ഓക്കെ, ഇനി ധനതത്വശാസ്ത്രവും പൗരധർമ്മവും എക്കണോമിക്സാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കണ്ട് പേടിക്കണ്ട, വളരെ കുറച്ചുള്ളൂ എക്കണോമിക്സ് പഠിക്കാൻ വേണ്ടി. മെയിനായിട്ട് പഠിക്കേണ്ടത് നമ്മുടെ ആദം സ്മിത്ത്, ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന ആദം സ്മിത്തിൻ്റെ പ്രധാന രചനകളൊന്ന് നോക്കി വെക്കുക. അതുപോലെ നമ്മുടെ നോബൽ പ്രൈസ് നേടിയ അമർത്യാസെൻ്റെ എന്നാണ് നോബൽ പ്രൈസ് കിട്ടിയത്, എന്നാണ് ഭാരതരത്ന കിട്ടിയത്, അദ്ദേഹത്തിൻ്റെ കൃതികൾ എന്തൊക്കെയാണ്, അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ 5 ഇയർ പ്ലാൻ, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, 5 ഇയർ പ്ലാനിന് ശേഷം അത് നീതി ആയോഗ്, അതിനെ പറ്റിയുള്ള സവിശേഷതകൾ നോക്കുക. ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു, ആദ്യത്തെ CEO ആരായിരുന്നു, ഇപ്പോഴത്തെ CEO ആരാണ്, ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ പ്രധാനപ്പെട്ട ബാങ്കുകളുണ്ട്, SBI ബാങ്ക്, എക്സിം ബാങ്ക്, നബാർഡ്, സെബി, അതൊക്കെ എന്നാണ് രൂപീകരിച്ചത്, ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് സെബി വന്നത് അല്ലെങ്കിൽ നബാർഡ് വന്നത്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ എക്കണോമിക്സിൽ പഠിക്കാനുള്ളത് നമ്മുടെ പുതിയ നോട്ട് ഇപ്പോൾ വന്നല്ലോ, നോട്ട് പിൻവലിച്ചതിന് ശേഷം പുതിയ നോട്ട് വന്നല്ലോ. അപ്പോൾ ആ ഓരോ നോട്ടിൻ്റെ കളർ എന്താണ്, ആ നോട്ടിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ ഏതാണ്, ചിത്രം ഏതാണ്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ നമ്മുടെ RBIനെ പറ്റി ഒന്ന് പഠിക്കുക. ഇത്തരം കാര്യങ്ങൾ എക്കണോമിക്സിൽ പഠിക്കാനുള്ളൂ. മെയിനായിട്ട് 5 ഇയർ പ്ലാനുകളെ പറ്റി നോക്കുക. 5 ഇയർ പ്ലാനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്കണോമിക്സിൽ നോക്കുകയാണെങ്കിൽ. 5 ഇയർ പ്ലാനും അതുപോലെ നീതി ആയോഗ്, അതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിക്സിൽ ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ഉണ്ട്, പറയാൻ വിട്ടുപോയതാണ്. ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും, പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും, ഏതൊക്കെ നികുതികളാണ് പ്രത്യക്ഷ നികുതിയിൽ വരുന്നത്, ഏതൊക്കെ നികുതികളാണ് പരോക്ഷ നികുതിയിൽ വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PSC ചോദിക്കാറുള്ളതാണ്. +2 ലെവൽ എക്സാം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ രീതിക്ക് നമ്മൾ പഠിച്ചു വെക്കണം. 10ലാണ് ഞാൻ ചോദിക്കാൻ സാധ്യതയില്ല, +2 ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് അതുപോലത്തെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ 5 ഇയർ പ്ലാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 5 ഇയർ പ്ലാൻ നമ്മൾ ഏത് രാജ്യത്തു നിന്നാണ് നമ്മൾ ഐഡിയ എടുത്തിരിക്കുന്നത്, USSR നിന്നാണ്, ആ കാര്യങ്ങളൊക്കെ ചോദിക്കും PSC. ഇനി അടുത്തത് ഇന്ത്യൻ ഭരണഘടന. ഞാൻ പറഞ്ഞു ഏകദേശം 84 പോസ്റ്റും ഫോഴ്സ് റിലേറ്റഡ് പോസ്റ്റുകളാണ്. അപ്പോൾ ഭരണഘടന എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. അതായത് നിങ്ങൾ അപ്പിയർ ചെയ്യുന്ന എക്സാം എന്തിനു വേണ്ടിയിട്ടാണ്, ഫോഴ്സ് റിലേറ്റഡ് ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന ജോലി ഒന്നെങ്കിൽ പോലീസോ അല്ലെങ്കിൽ എക്സൈസോ അങ്ങനത്തെ പോസ്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾ ജോലി ചെയ്യേണ്ടത് ഭരണഘടന അറിഞ്ഞിരിക്കണം. എന്തായാലും ഒരു ബേസിക്കായിട്ട് ഭരണഘടന എന്താണെന്നും അതിൽ അടങ്ങിയിരിക്കുന്ന ആർട്ടിക്കിൾസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഒരു ബേസിക്കായിട്ട് അറിവ് വേണം. അപ്പോൾ എന്തായാലും PSC +2 പ്രിലിംസിനും ഭരണഘടന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കും. അപ്പോൾ 10th പ്രിലിംസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദേശം 19 ക്വസ്റ്റ്യൻസ് ഭരണഘടനയിൽ നിന്ന് വന്നായിരുന്നു. അപ്പോൾ ഭരണഘടന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഭരണഘടന എന്തായാലും അരിച്ചു പെറുക്കി പഠിക്കണം. ഇതിൽ വളരെ കുറച്ച് പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ നമ്മുടെ റാങ്ക് ഫയൽ എടുക്കുക, റാങ്ക് ഫയലിലെ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ഒന്ന് ഓടിച്ച് വിടുക. ഓക്കെ, റിവിഷൻ ചെയ്യാനുള്ള ടൈമുള്ളൂ, ഇനി പുതിയതായിട്ട് പഠിക്കാൻ ടൈമില്ല. ഭരണഘടനയൊക്കെ പഠിക്കണമെങ്കിൽ നല്ല സമയം എടുക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിടുക, കുറച്ച് ഒരു പരിചയമെങ്കിലും ആക്കി വെക്കുക. ഓപ്ഷൻസ് കാണാൻ നേരത്ത് ആൻസർ കിട്ടാവുന്ന രീതിയിലെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ബയോളജിയിൽ നമുക്ക് പറയുന്നിരിക്കുന്നത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്. ഉദ്ദേശിക്കുന്നത് നമ്മുടെ അവയവങ്ങളെ പറ്റിയിട്ടാണ്. 10th പ്രിലിംസ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ തലച്ചോറും ഹൃദയവും ലങ്സും ലിവറിനെയൊക്കെ പറ്റി ചോദ്യങ്ങൾ വന്നായിരുന്നു. അപ്പോൾ അത് തന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിനെ പറ്റിയിട്ടുള്ളൊരു പൊതു അറിവുണ്ടായിരിക്കണം. മറ്റേ ബ്രെയിനെ പറ്റി കുറേ ക്വസ്റ്റ്യൻസ് 10th പ്രിലിംസിന് ചോദിച്ചായിരുന്നു. സെറിബെല്ലം, ഹൈപ്പോതലാമസ്, മെഡുല ഒബ്ലാങ്കട്ട, ഇതിൻ്റെയൊക്കെ ഫങ്ഷൻസ്, സവിശേഷതകൾ എന്തൊക്കെയാണ്, അതൊക്കെ ചോദിച്ചായിരുന്നു 10th പ്രിലിംസിന്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സിലബസ് വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, പിന്നെ ജീവകങ്ങൾ, വിറ്റാമിൻസ്, രോഗങ്ങൾ അതായത് ബാക്ടീരിയ രോഗം ഏതാണ്. ഇപ്പോൾ ഒരു രോഗം തന്നിട്ട് അത് ബാക്ടീരിയ രോഗമാണോ വൈറസ് രോഗമാണോ, അല്ലെങ്കിൽ അത് പരത്തുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്. ഇപ്പോൾ ചിക്കൻ ബോക്സ് എടുക്കുകയാണെങ്കിൽ വരിസെല്ല സോസ്റ്റർ വൈറസ് എന്ന് പറഞ്ഞൊരു വൈറസാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അതൊക്കെ എല്ലാം റാങ്ക് ഫയലിലുണ്ട്. ഈ പറഞ്ഞ പോർഷൻസ് എടുക്കുക. അപ്പോൾ മെയിനായിട്ട് ഞാൻ പറയുന്ന പോർഷൻസ് എടുക്കുക, അത് പഠിക്കുക. ഓക്കെ, അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഓർഗൻസ് എടുത്ത് പഠിക്കുക. ഓർഗൻസിലെ ബ്രെയിൻ, ലങ്സ്, ലിവർ, ഹാർട്ട്, ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ജീവകങ്ങൾ, വിറ്റാമിൻസ്,
രോഗങ്ങൾ ഡിസീസസ് പഠിച്ചു വെക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മൾ പഠിക്കുന്ന കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതായത് കൊറോണയൊക്കെ വന്നപ്പോൾ പുതിയതായിട്ട് കേരള സർക്കാർ കുറേ സ്കീംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ 5 വർഷത്തെ കാലയളവ്, നമ്മുടെ പിണറായി സർക്കാരിൻ്റെ കാലയളവിൽ കുറേ സ്കീംസ് അല്ലാണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കുക. വനിതകളുമായിട്ടും വിധവകളുമായിട്ട് ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട കുറേ സ്കീംസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ശരിക്കും കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ്, പക്ഷേ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ബയോളജിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, അതുപോലെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ, അതായത് കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണെന്നൊക്കെ PSC എപ്പോഴും ചോദിക്കാറില്ല. പന്നിയാർ, ഇടുക്കി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്, കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ. ഓക്കെ, പിന്നെ വനങ്ങളും വനവിഭവങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങളും. അപ്പോൾ ബയോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10th പ്രിലിംസിനും ബയോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതിലും തന്നിരിക്കുന്ന എല്ലാ പോയിൻറ്സും വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് ആണ്. അപ്പോൾ വിട്ട് കളയാനില്ല ബയോളജിയിൽ മെയിനായിട്ട് പഠിക്കേണ്ടത് ഓർഗൻസ് പഠിക്കുക, അതുപോലെ തന്നെ വിറ്റാമിൻസിനെ കുറിച്ച് പഠിക്കുക, രോഗങ്ങൾ, ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ഈ കാര്യങ്ങൾ പഠിക്കുക. പിന്നെ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ തന്നിരിക്കുന്ന സിലബസ് ബയോളജിയുടെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, കളയാനായിട്ട് ഒന്നുമില്ല. ഓക്കെ, ഇനി ഫിസിക്സും കെമിസ്ട്രിയും ഒരുമിച്ച് കൊടുത്തിരിക്കുകയാണ് സിലബസ്. ദ്രവ്യവും പിണ്ഡവും, അതായത് നമ്മൾ കഴിഞ്ഞ 10th പ്രിലിംസിനും ചോദിച്ചായിരുന്നു എത്ര മാറ്റേഴ്സ് ഉണ്ട് നമ്മുടെ ഭൂമിയിൽ. 7 മാറ്റേഴ്സ് ഉണ്ട്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ, ബോസെൻസിയം കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവൺ പ്ലാസ്മ, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, അങ്ങനെ 7 മാറ്റേഴ്സ് ഉണ്ട്. അതിനെപ്പറ്റി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു എത്ര മാറ്റേഴ്സ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതിനെ വേണ്ടി ഉദ്ദേശിച്ചേക്കുന്നത് പിന്നെ എന്താണ്, താപവും ഊഷ്മാവും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും. അതായത് നമ്മുടെ പ്ലാനറ്റുകളെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. മെർക്കുറി, വീനസ്, എർത്ത്, അതിൻ്റെ പ്രത്യേകതകൾ, ഏറ്റവും ചൂട് കൂടിയ പ്ലാനറ്റ് ഏതാണ്, ചൂട് കുറഞ്ഞത് ഏതാണ്, പരിക്രമണ വേഗത ഏറ്റവും കുറഞ്ഞത് ഏതാണ് എന്നൊക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഇതിൽ വരും. അപ്പോൾ നമ്മൾ റാങ്ക് ഫയലിലെ ജ്യോതിശാസ്ത്രം എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, അതിൽ പ്ലാനറ്റിലെ എല്ലാത്തിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എടുത്ത് പഠിക്കുക, പ്ലാനറ്റുകൾ മാത്രം. ഓക്കെ, പിന്നെ ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും. ആറ്റം ആദ്യമായിട്ട് ആ വേർഡ് ആരാണ് കോയിൻ ചെയ്തത്. ഓക്കെ, അതുപോലെ തന്നെ ഓരോ തിയറികളുണ്ട് കെമിസ്ട്രിയിൽ, ജോൺ ഡാൾട്ടൺ തിയറി എന്നൊക്കെ പറഞ്ഞ ഓരോ തിയറികളുണ്ട്, ട്രയാഡ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അതൊക്കെ +2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അയിരുകളും ധാതുക്കളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അയിരുകളും ധാതുക്കളും, അതായത് ഓറുകൾ, ഓരോ ഓറ്. ഇപ്പോൾ കഴിഞ്ഞ 10th പ്രിലിംസിന് ഒരു ചോദ്യം ചോദിച്ചാൽ സിങ്കിൻ്റെ ഓർ ഏതാണ്, കലാമിനായിരുന്നു. ഒരു PSC ക്വസ്റ്റ്യനാണ്, നമ്മുടെ 10th പ്രിലിംസിന് ചോദിച്ചതാണ്. അപ്പോൾ അയിരുകളും ധാതുക്കളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഓരോ പ്രോസസ്സിങ് എങ്ങനെയാണ്, ഓരോ അയിരും വേർതിരിച്ചെടുക്കുന്നതിന് ഓരോ പ്രോസസ്സിൻ്റെ പേരുണ്ട്. ലിക്വേഷൻ, കാൽസിനേഷൻ എന്നൊക്കെ പറഞ്ഞ് ഓരോ പേരുകളുണ്ട്, ഡിസ്റ്റിലേഷൻ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഹൈഡ്രജനും ഓക്സിജനും ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, ഹൈഡ്രജനും ഓക്സിജൻ്റെ പ്രത്യേകതകൾ. ഹൈഡ്രജൻ ആര് കണ്ടുപിടിച്ചു, ഓക്സിജൻ ആര് കണ്ടുപിടിച്ചു, അങ്ങനെ വളരെ ഫേമസ് ആയിട്ടുള്ള മൂലകങ്ങൾ ആര് കണ്ടുപിടിച്ചു എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം, ഹെൻറി കാവൻഡിഷ് ആണ്. ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രിസ്റ്റിലി. അങ്ങനെ പ്രധാനപ്പെട്ട മൂലകങ്ങൾ കണ്ടുപിടിച്ചത് ആരാണ്, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ രസതന്ത്രം, ദൈനംദിന ജീവിതത്തിൽ, അതായത് കെമിസ്ട്രി നമ്മുടെ ലൈഫിൽ എങ്ങനെ, ഡെയിലി ലൈഫിൽ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു. നമുക്കറിയാം സോപ്പ് കെമിക്കലാണ്, നമ്മൾ ഡെയിലി ബേസിൽ ഉപയോഗിക്കുന്ന സംഭവമാണ്. ഇപ്പോൾ കഴിഞ്ഞ 10th പ്രിലിംസിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, ഈ വിഭാഗത്തിൽ നിന്നാണ് ചോദിച്ചത്. അതായത് സോപ്പിൽ അടങ്ങിയിട്ടുള്ള പൊട്ടാസ്യത്തിൻ്റെ മൂലകം ഏതാണ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആയിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അതാണ് ഡെയിലി ബേസിൽ കെമിസ്ട്രി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞില്ല, ഫോഴ്സ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ ഇന്ത്യ ഫാക്ട്സ്, കേരള ഫാക്ട്സ്, അതുപോലെ തന്നെ സയൻസ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി അടങ്ങുന്ന സയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സയൻസും കോൺസ്റ്റിറ്റ്യൂഷനും. അപ്പോൾ അത് പഠിച്ചു വെക്കുക എന്തായാലും. ഓക്കെ, ബാക്കിയെല്ലാം പ്രീവിയസ് ബുക്ക് മേടിച്ചിട്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കിട്ടും GKയുടെ. അപ്പോൾ അതൊന്ന് പഠിച്ച് തറവാക്കുക. അപ്പോൾ ഏകദേശം ഒരു 30 മാർക്ക് നമുക്ക് 50 മേടിക്കാവുന്ന രീതിയിലെത്തും. ഓക്കെ, ഇനി അടുത്തത് കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി. അതും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന ജോലി, ഇപ്പോൾ പോലീസ് ജോലി ആണെങ്കിൽ തന്നെ ഡിജിറ്റൽ യുഗമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം എന്തായാലും ബേസിക്കായിട്ട്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് അതിനുള്ള ബോധം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി PSC അതിൽ നിന്ന് ചോദ്യം ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ എല്ലാം വായിക്കുന്നില്ല, വളരെ ബേസിക്കായിട്ടുള്ള സിലബസാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇൻപുട്ട് ഡിവൈസ് എന്താണ്, ഔട്ട്പുട്ട് ഡിവൈസ് ഏതൊക്കെയാണ്, സോഫ്റ്റ്വെയർ എന്താണ്, ഹാർഡ്വെയർ എന്താണെന്ന്, അങ്ങനെയുള്ള ബേസിക്കായിട്ടുള്ള കാര്യം ഒരു അവബോധം ഉണ്ടാക്കി വെക്കുക. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, എക്സാമ്പിൾസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇപ്പോൾ വിൻഡോസ്, ലിനക്സ് അതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്, ലാൻഡ്, വാൻ, മാൻ. ലാൻഡ് എന്ന ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക്,
മാൻ, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അങ്ങനെ പ്രധാനപ്പെട്ട നെറ്റ്വർക്കുകളൊന്ന് ഓർത്ത് പഠിച്ചു വെക്കുക. ലാൻ എവിടെ യൂസ് ചെയ്യുന്നു, മാൻ എവിടെ യൂസ് ചെയ്യുന്നു, ആ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ മെയിനായിട്ട് പഠിക്കാനുള്ളത് IT ആക്ട് ആൻഡ് അതർ ലോസ്. IT ആക്ട് 2000 നമ്മൾ റാങ്ക് ഫയലിൽ നിന്ന് എടുത്ത് നോക്കുക. സൈബർ ലോ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. +2 പ്രിലിംസിന് അതായത് ഫോഴ്സ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൈബർ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. IT ആക്ട് 2000 എന്നാണ് പാസ്സായത്, എന്ന് നിലവിൽ വന്നു, എത്ര ആർട്ടിക്കിൾസ് ഉണ്ട് അതിൽ, ആ കാര്യങ്ങളൊക്കെ ഒന്ന്, എത്ര സെക്ഷൻസ് ഉണ്ട്, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അതുകൊണ്ട് ടൈപ്സ് ഓഫ് ക്രൈംസും അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഡാറ്റ തെഫ്റ്റ്, ഫിഷിംഗ്, ഹാക്കിംഗ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്താണെന്ന് PSC ചോദിക്കും. അതിൻ്റെ ഉത്തരവായിരിക്കും ചിലപ്പോൾ ഡാറ്റ തെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു വരുന്നത്. ഡാറ്റ മോഷ്ടിക്കുന്ന പ്രവൃത്തിയാണ് ഡാറ്റ തെഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. IT-യിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതാണ് സൈബർ ലോകളും, പിന്നെ പറഞ്ഞ പോലെ ടൈപ്സ് ഓഫ് ക്രൈംസും, പിന്നെ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസ് ഏതാണ്, ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ്, അത് കണ്ടുപിടിച്ചവരാരാണ്. ഇപ്പോൾ മൗസ് കണ്ടുപിടിച്ചത് ഡൗഗ്ലസ് സ്റ്റുവാർട്ട് എന്ന് പറഞ്ഞ ആളാണ്. അങ്ങനെ പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. മെയിൻ ഇമ്പോർട്ടൻറ്റ് സൈബർ ക്രൈമുകളാണ്. ഓക്കെ, ഇനി ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ. ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചറിൽ ശരിക്കും പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ്. PSC അങ്ങനെ കൂടുതലും ഡീപ്പായിട്ട് ആർട്സ്, സ്പോർട്സും ലിറ്ററേച്ചറും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഇനി ചോദിക്കുമെന്ന് അറിയില്ല. എന്നിരുന്നാലും മുൻകാല ഒരു ഇതിൽ ഞാൻ പറഞ്ഞുതരാം, എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞുതരാം. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ചോദിക്കുന്നത് ഇപ്പോൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ എന്താണ് സ്പോർട്സിലാണെങ്കിൽ ദ്രോണാചാര്യ അവാർഡ് അല്ലെങ്കിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് തുടങ്ങിയ വർഷവും, അല്ലെങ്കിൽ ആദ്യം കിട്ടിയ ആളുടെ പേരെന്താണ്, ആദ്യം കിട്ടിയ വനിത ആരാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കറൻ്റായിട്ട് കിട്ടിയത് ആർക്കാണ്, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ PSC ചോദിക്കാറുള്ളത്. അല്ലാണ്ട് ഡീപ്പായിട്ടൊന്നും ചോദിക്കാറില്ല. ഓക്കെ, രാജീവ് ഗാന്ധി അവാർഡ് എന്നാണ് തുടങ്ങിയത്, ആദ്യം കിട്ടിയത് ആർക്കാണ്, ആദ്യം കിട്ടിയ വനിത ആരാണ്, അതുപോലെ ഈ കറൻ്റായിട്ട് 2020 ആർക്കാണ് കിട്ടിയത്, 2021 ആർക്കാണ് കിട്ടിയത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ PSC ചോദിക്കത്തുള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് അങ്ങനെ ഡീപ്പായിട്ട് പഠിക്കാൻ നിൽക്കണ്ട. പക്ഷേ കുറേ ഉണ്ടാവും, റാങ്ക് ഫയലിൽ തന്നെ കുറേ ഉണ്ടാവും, നമുക്ക് കുറേ സമയം പോവും, അധികം ചോദ്യം വരികയില്ല. എന്ന് വെച്ചാൽ 1-2 ക്വസ്റ്റ്യൻസ് വന്നാലായി, അത്രേ ഉള്ളൂ. ഇതെല്ലാം കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ്. ഈ പറഞ്ഞ പുരസ്കാരങ്ങൾ, ഇപ്പോൾ ആർട്സിലാണെങ്കിൽ പുരസ്കാരങ്ങൾ, ഈ വഴുത്തച്ഛൻ വയലാർ, വള്ളത്തോൾ, ജ്ഞാനപീഠ അവാർഡ്, അങ്ങനെ പ്രധാനപ്പെട്ട അവാർഡുകളൊക്കെയാണ് ഈ സെക്ഷൻസിൽ വരുന്നത്. അപ്പോൾ എല്ലാം കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷനാണ് ഈ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ. അപ്പോൾ കറണ്ട് അഫയേഴ്സ് പക്കയാണെങ്കിൽ ഈ സെക്ഷനിൽ നിങ്ങൾക്ക് മാർക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ നേരത്ത് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളൊക്കെ ഒന്ന് പഠിച്ചു നോക്കുക. ഓക്കെ, അത് തന്നെയാണ് ഇതിലും പറയുന്നത്. നമ്മുടെ ഒളിമ്പിക്സിനെ പറ്റിയും പ്രധാന അവാർഡുകൾ അതൊക്കെ പഠിച്ചു വെക്കാനാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒളിമ്പിക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഒളിമ്പിക്സ് +2 പ്രിലിംസ് ആണ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആധുനിക ഒളിമ്പിക്സ് തുടങ്ങിയ വർഷവും പുരാതന ഒളിമ്പിക്സ് തുടങ്ങിയ വർഷവും, ഒളിമ്പിക്സിൽ 5 വളയങ്ങൾ ഏത് രാജ്യങ്ങളെ സൂചിപ്പിക്കുന്നു, ആ വളയത്തിൻ്റെ കളർ എന്താണ്, അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഒളിമ്പിക്സ് ഒന്ന് എന്തായാലും ഒന്ന് പ്രസ് ചെയ്തൊന്ന് പഠിച്ചേക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഓക്കെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇതും അതുപോലെ സ്പോർട്സിനെ പറ്റിയിട്ടുള്ള ഓരോ ഇതാണ്. ഇനി അടുത്തത് അവസാനത്തെ കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ PSCക്ക് പഠിക്കാൻ നേരത്ത് ഒരു വർഷത്തെ ബാക്കിലുള്ള കറണ്ട് അഫയേഴ്സാണ് പഠിക്കാറുള്ളത്. അപ്പോൾ അത്രയും കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ നമുക്ക് ഇനി സമയമില്ല. എന്ന് വെച്ചാൽ ഏകദേശം 10-40 ദിവസമേ ഉള്ളൂ. അപ്പോൾ കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് ഇരിക്കേണ്ടി വരും 10-40 ദിവസം മൊത്തം കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ നേരത്ത് നമുക്ക് ഇനി ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ച് എങ്ങനെ പഠിക്കാം, അപ്പോൾ ഞാൻ അതിനെപ്പറ്റി പറയാൻ പോകുന്നത്. കറണ്ട് അഫയേഴ്സിൽ പഠിക്കേണ്ട കാര്യങ്ങൾ, കൊറോണയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തായാലും നോക്കി വെക്കുക. കൊറോണയുമായി ബന്ധപ്പെട്ട സ്കീംസ്, അതുപോലെ തന്നെ ഏത് രാജ്യത്തിലാണ് ആദ്യമായിട്ട് വാക്സിൻ ഇറങ്ങിയത്, ആരാണ് ലോകത്തിൽ ആദ്യമായിട്ട് വാക്സിൻ പരീക്ഷിച്ച വനിത, ഏത് രാജ്യത്താണ് പരീക്ഷിച്ചത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട രാജ്യം എവിടെയാണ്, ആ കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട്. പിന്നെ പുരസ്കാരങ്ങൾ പഠിച്ചു വെക്കുക, ദേശീയ പുരസ്കാരവും ഇൻ്റർനാഷണൽ പുരസ്കാരവും കേരള പുരസ്കാരങ്ങൾ, ആ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ നോബൽ പ്രൈസ് നോക്കി വെക്കുക. പിന്നെ അക്കിത്തം അച്യുതനമ്പൂതിരിയെ പറ്റി മെയിനായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചേക്കണം. എന്ന് വെച്ചാൽ ജ്ഞാനപീഠം അവാർഡ് 2019 കിട്ടിയ വ്യക്തിയാണ്. അദ്ദേഹം 2020 മരിച്ചു പോവുകയും ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മലയാളിയാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളും അതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും എഴുത്തച്ഛൻ അവാർഡും കിട്ടിയ വർഷങ്ങളൊക്കെ ഒന്ന് പഠിച്ച് വെച്ചേക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് അഫയേഴ്സ് അങ്ങനെ ഏകദേശം ഒന്ന് പഠിച്ച് വെക്കുക. ഓക്കെ, ഇനി ബാക്കിയുള്ളത് സിമ്പിൾ അരിത്തമെറ്റിക് മെൻ്റൽ എബിലിറ്റി, മാത്സ് ആണ്. മാത്സ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 20-15 വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാറ്റേൺ മനസ്സിലാവും. ആ സെയിം പാറ്റേൺ തന്നെയായിരിക്കും PSC പിന്നെയും ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ മാത്സ് ആ സെയിം പാറ്റേൺ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 20 എന്തായാലും മേടിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ജനറൽ ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു, ഈ പ്രീവിയസ് തന്നെ ചെയ്ത് നോക്കിയാൽ മതി, സെയിം പാറ്റേൺ ആയിരിക്കും. ഗ്രാമറിലെ കുറച്ച് റൂൾസുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ 17 മാർക്ക് സുഖമായിട്ട് മേടിക്കാൻ പറ്റും 20. ബാക്കി സിനോണിം, ആൻറ്റോണിം, ഇഡിയംസ് മാത്രമേ വളരെ ഇത്തിരി പ്രശ്നമായിട്ട് പഠിക്കാൻ ഉണ്ടാവുള്ളൂ. അതെന്തായാലും പഠിച്ച് സമയം കളയണ്ട, അത് നമുക്ക് ലെക്കിന് വിട്ടേക്കാം. ബാക്കി 17 മാർക്ക് എന്തായാലും സുഖമായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും ഗ്രാമർ പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ വൊക്കാബുലറിയാണ് ഇംഗ്ലീഷിൻ്റെ. പിന്നെ റീജിയണൽ ലാംഗ്വേജ് മലയാളം ഗ്രാമറും മലയാളത്തിൻ്റെ വൊക്കാബുലറിയും ചോദിക്കുന്ന ഒരു സെക്ഷനാണ് 10 മാർക്കിനുള്ളത്. ഓക്കെ, അത് മലയാളമാണ് ഏറ്റവും എല്ലാവർക്കും ടഫായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. മലയാളം പഠിക്കാൻ ഒരു കാര്യം ചെയ്താൽ മതി, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആശ്രയിക്കുക. എന്നിട്ട്
സാഹിത്യങ്ങൾ കൂടുതൽ വൊക്കാബുലറി ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം 10ൽ ഒരു 5 മാർക്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. പിന്നെ കുറച്ച് ഗ്രാമർ കൊണ്ട് പഠിച്ചു വെക്കുക, അതായത് സമാസം പോലുള്ള ഒരു സിമ്പിൾ ഗ്രാമറുകൾ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ എല്ലാത്തിനും നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ ആ യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ടു നിങ്ങൾക്ക് ഏകദേശം ഗ്രാമറൊക്കെ കുറച്ച് ഉത്തരം എഴുതാൻ സാധിക്കും. അതുപോലെ കുറച്ച് വൊക്കാബുലറി കൊണ്ട് കയറി വരും. മൊത്തം ഗ്രാമർ ആയിരിക്കില്ല മലയാളം, കുറച്ച് വൊക്കാബുലറി കയറി വരും. ഇപ്പോൾ എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയത് ആർക്കാണ് അതൊക്കെ ചോദിക്കും. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ 10ൽ നിങ്ങൾക്ക് ഒരു 5 മാർക്കിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു ഏകദേശം ടോട്ടൽ 72 മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും ഈ പറഞ്ഞ ദിവസം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ 72 മാർക്ക് മേടിക്കണമെങ്കിൽ GK ഒരു 30 മാർക്കും, മാത്സ് 20 മാർക്കും, ഇംഗ്ലീഷ് 17 മാർക്കും, മലയാളം 5 മാർക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മേടിക്കേണ്ടി വരും. ഓക്കെ, ഇപ്പം ഞാൻ പറയുന്നത് പോലെ തന്നെ മേടിക്കണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭയങ്കര ഈസി ആണെങ്കിൽ നിങ്ങൾക്ക് 30 മാർക്ക് ചിലപ്പോൾ 40 മാർക്ക് മേടിക്കാൻ പറ്റുമെങ്കിൽ അപ്പുറത്ത് കുറഞ്ഞാലും കുഴപ്പമില്ല. ഏകദേശം 72-75 റേഞ്ചിൽ മേടിക്കാൻ നോക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിരുന്നാലും പ്രിലിംസിന് അത്രയും കട്ട് ഓഫ് വരാൻ ചാൻസ് ഇല്ല. ഫോഴ്സിന് എന്തായാലും പ്രത്യേകിച്ച് കട്ട് ഓഫ് വളരെ കുറവാണ് സാധ്യത വരാറുള്ളത്. അപ്പോൾ നമ്മളിന്ന് സേഫ് പൊസിഷനിൽ നിന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്ര മാർക്ക് കയറ്റി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി കൂടുതലായിട്ട് പ്ലസ് ടു പ്രിലിംസിനെ പറ്റി നിങ്ങൾക്ക് ഇനി അറിയാൻ ഉണ്ടായിരിക്കില്ല എന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വളരെ ടെൻഷൻ ഇല്ലാണ്ട് പ്ലസ് ടു പ്രിലിംസ് എല്ലാവർക്കും എഴുതാൻ സാധിക്കട്ടെ. എല്ലാവർക്കും വിജയ ആശംസകൾ. ദിസ് ഈസ് അമൽ സൈനിങ് ഓഫ് ഫ്രം സക്സസ് അക്കാഡമി.